കുഞ്ഞാ, ഇതൊക്കെ ഇവിടെ അമ്മാമ്മയെ ചെയ്യൂ. ഇത് ഉണക്കി പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചാല് കറിയിൽ വാരിയിടാൻ ഒരു കുഴപ്പമില്ല. അതൊക്കെ ഓലായിക്കോളൂ. അല്ല അമ്മേ, ഞാൻ ഇവിടെ എന്തെല്ലാം പണിയെടുക്കലുണ്ട്. അമ്മേന്റെ വർത്താനം കേട്ടാ തോന്നുന്നില്ല ഇവിടെ എല്ലാ പണിയും അമ്മ എടുക്കുന്നതെന്ന്. ഇപ്പൊ ഞാൻ ആകെ അടിച്ചെടുത്ത് തുടച്ച് ഇങ്ങോട്ട് വന്നിക്കല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞ കേട്ടില്ല. അമ്മയ്ക്ക് അങ്ങ് പേച്ചു പോയോ? ഇനി തുടച്ചേണ്ടതാ കാണുന്നത്. മോപ്പതാടെടുത്തിരിക്കുക. അമ്മ അത് ഞാൻ കൊണ്ടേക്കോ, ഞാൻ ഇപ്പൊ വന്നിക്കല്ലോ. അത് കൊണ്ടക്കാൻ ഇനി വേറെ ഒരു സമയം വേണോ? എന്റെ പണി ഞാൻ തന്നെ ചെയ്തോളാം. അമ്മ എന്തിനാ അതിൽ ഇടപെടുന്നത്? പിന്നെ 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലാണ്ടായി പോയാലത്തെ സ്ഥിതി പറയാൻ വേണ്ടി അത് അമ്മേന്റെ വെറും തോന്നലാ. എനിക്ക് നല്ല സമാധാനം ഉണ്ടാവും ഇവിടെ ഇല്ലെങ്കിൽ. മോനെ, അനക്ക് കേക്കണോ? ഇവിടെ തുടച്ച മോപ്പ് ഒക്കെ എവിടെയാ ഉള്ളതെന്ന് ഒരു പണിയുള്ള മര്യാദ ഇവളുടെ തലയിലേക്ക് വരുന്നേ. കണ്ടോ കണ്ടോ, ഏട്ടൻ ഇപ്പൊ കാര്യം മനസ്സിലായി തോന്നുന്നു. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഇതേ നിന്നോടും കൂടിയാ പറഞ്ഞേ. അല്ല, നിങ്ങക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും കീരിയും പാമ്പിന്റെ കണക്ക്. നാളെ ഏട്ടന് നല്ല മാറ്റമുണ്ട്. ഇതെന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്തോ മയക്കുമരുന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ടാവോ? നയിക്കല്ലോളെ, കുടിച്ചിക്കൊന്നൊരു സംശയം. ഏട്ടൻ കുടിക്കലൊന്നുമില്ല. ദൈവങ്ങളെ, എന്റെ മോനെന്താ പറ്റിയേ? ഇതെങ്ങനെ അമ്മ ഒന്ന് മാറ്റിയെടുക്കാം? എനിക്ക് പേടിയാവുന്നുണ്ട്. എന്താ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ? അടി ഉണ്ടാക്കാൻ കാരണമൊന്നും കിട്ടിയില്ലേ? കാണുന്നേ കൊലിപ്പ രണ്ടിന്. ഒരു പണിയില്ലേ നിങ്ങക്ക്? പണിയുണ്ട്. പോയി ചെയ്യാൻ പാടില്ലെന്നാ. ഞാൻ അത് തുണി അലക്കിട്ടോ. ഞാൻ ചായക്ക് വെള്ളം വെക്കാം. സമാധാനായി. ഒറ്റകളുടെ സമാധാനം പോയി, എനിക്ക് സമാധാനം. ഇത് വെച്ചൊരു കലക്ക് ഞാൻ കലക്ക്. അമ്മേ, ചായ ആയില്ലേ? എന്നെ കുറെ ടെൻഷൻ കയറ്റിയതല്ലേ? ഇത് രണ്ടും അനുഭവിക്കട്ടെ.